എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വലിയ രീതിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രവുമല്ല, ഇപ്പോഴും ഈ 2 മാസത്തെ പെൻഷൻ തുക ഈ മാസം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ തുകയുടെ വിതരണം നാളിതുവരെയായിട്ടും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ്. ഈ തുക എന്ന് ലഭിക്കും, ഉടനെ എങ്ങാനും ലഭിക്കുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. എന്തായാലും ആ ഒരു കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഈ മാസം തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ വീണ്ടും പെൻഷൻ 2500 രൂപയിലേക്ക് എത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും സൂചനകളൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്, നിയമസഭാ ഇലക്ഷൻ്റെ സമയത്താണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി 2500 രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു അറിയിപ്പ് സംസ്ഥാന ധനകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചത്. അതിനുശേഷം തുടർച്ചയായി അധികാരത്തിൽ വന്നു. അടുത്ത 5 വർഷം കൂടി ഇപ്പോൾ അധികാരം കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നാളിതുവരെയായിട്ട് 1 രൂപ പോലും ക്ഷേമ പെൻഷനായിട്ട് വർധനമുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വർത്തമാനം, ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് വീണ്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് വീണ്ടും അധികാരത്തിൽ ഏറി കഴിഞ്ഞപ്പോൾ വന്ന വഴി മറന്നു, അത്രേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാന നടപടികൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. മാത്രവുമല്ല, കുടിശ്ശിക ഇനത്തിലുള്ള തുക ഏകദേശം 8000 രൂപയായി. ഓരോ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 8000 രൂപ വീതം വെച്ച് കുടിശ്ശികയായിട്ട് നൽകുകയും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ധനകാര്യമന്ത്രി പറഞ്ഞത് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യും അടുത്ത മാസം മുതൽ എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമായിരുന്നു. അത് കഴിഞ്ഞു, ഇപ്പോൾ വിഷു കഴിഞ്ഞു, അതിനുശേഷം അടുത്ത ഓണം അടുത്താറാകുന്നു. പക്ഷേ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക വിതരണം ഇല്ല. മാത്രവുമല്ല, 1 മാസത്തെ തുക പോലും ഏത് ദിവസം കിട്ടുമെന്നുള്ള കാര്യം പോലും അറിയിപ്പില്ല. എന്തുതന്നെയായാലും സംസ്ഥാന സർക്കാർ ഈ ഒരു തുക വർദ്ധിപ്പിച്ചില്ലെങ്കിലും ഈ കറക്റ്റായിട്ട് ഈ ഒരു 1600 രൂപ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുതന്നെ ഒരു വലിയ ആശ്വാസമാണ്. തുക വലിയ തുകയിലേക്ക് 2500 രൂപയിലേക്ക് എത്തിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇനി അത് കൊടുക്കാൻ പറ്റില്ല, 2500 രൂപ വീതം കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി ക്ഷേമ പെൻഷൻ നിർത്തുവാന്ന് മാത്രം പറയാതിരുന്നാൽ മതി. കാരണം അവസ്ഥ ആ ഒരു രീതിയിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്രത്തിനെയും വിമർശിക്കാൻ കിട്ടുന്ന യാതൊരു അവസരങ്ങളും മുതലാക്കാറില്ല, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിൽ നമ്മുടെ ഫണ്ട് പിടിച്ചു വാങ്ങുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തിനായാലും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ്. ഇവിടെ കിടന്ന് നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യങ്ങളില്ല. അതെങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുവാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വളരെ വലിയൊരു വിഭാഗം ജനങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായ സ്ഥിതിക്കാണ് ഇതിൽ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ഒന്നും അതിന് മതിയാകില്ല എന്നുള്ളൊരു